ആക്സിഡൻറ്റാ ഇത് പറ്റി? എൻ്റെ അമ്മോ, ഒയ്യോ ബ്ലഡ് കേട്ടാ ശരിക്കും. എന്തോ ബ്രോ? ഫുൾ ബ്ലഡ് അല്ലേ കംപ്ലീറ്റ്? എൻ്റെ അമ്മോ, ഇവിടെ സ്ഥിരമുള്ള ഈ ഏരിയയിൽ ആക്സിഡൻറ്റ്? ഓർഡർ അടിച്ച് കറക്റ്റ് സമയത്ത് ഓർഡർ അടിക്കും. നമ്മൾ എന്തെങ്കിലും ജോലി നിൽക്കുന്ന സമയത്ത് അത് പറഞ്ഞ കാര്യമില്ല. നമ്മൾ ഓൺലൈനാക്കി ഓർഡർ അടിക്കുമല്ലേ, അത് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഓർഡർ അടിക്കില്ല. അല്ലെങ്കിൽ ഇന്ന് വ്ളോഗ് ഇറങ്ങിയില്ല, അപ്പോൾ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോന്നായിട്ട്. ഇത് സൂര്യസ് ഇങ്ങനെ ആയിപ്പോയി. നല്ല ഇറക്കിക്കിട്ട് അങ്ങനെ തന്നെ കറക്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ, വേറെ വിഷയമൊന്നുമില്ല അല്ലേ? ഓണായില്ലേ ക്യാമറ അല്ലേ? വെച്ചിട്ട് ലൈറ്റ് എത്തണ. ഇതെന്ത് വാച്ച് കാല് കെട്ടിക്കണത്? അയ്യയ്യേ, എന്തൊക്കെ കാണിക്കുന്നു കോസ്റ്റുകളൊക്കെ. ഓക്കെ ബാ, കമോൺ കമോൺ ക്വിക്ക്. മണി 12 കറക്റ്റായിട്ട്. ഷൂട്ട് ചെയ്യുന്ന ഹെൽമെറ്റ് ഗിഫ്റ്റ് വെച്ചോ? പുതിയ ഹെൽമെറ്റാണ് ഇത്, കളയല്ലേ? അങ്ങോട്ട് പാ. ഓക്കെ, ഐശ്വര്യമായിട്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോയിട്ട് ബൈ സീ. അപ്പോൾ പേഴ്സ്, ഫോൺ, ഹെഡ്ഫോൺ, ഇങ്ങോട്ട് കുടിക്കാനുള്ള എല്ലാം എടുത്ത് വെച്ചിട്ട് വേറെ ഒരു വിഷയമില്ല. ഫസ്റ്റ് ഓർഡർ അടിച്ച് അസീസ് റെസ്റ്റോറൻറ്റ് പൂജപ്പുര. അപ്പോൾ ഡയലോഗ് പറഞ്ഞില്ലല്ലോ, അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ എല്ലാ PG കട്ടൊക്കെ നിൽക്കണം. വാ അത്രേ ഉള്ളൂ. BGM വിട്. ഓക്കെ റീച്ച് ലൊക്കേഷൻ. ഇവിടെ വണ്ടി വെച്ച കുഴപ്പമുണ്ടോ? ഗേറ്റിന് ഫ്രണ്ടിലാണ് പറഞ്ഞത്. ഓക്കെ റെഡിയായി, അപ്പോൾ എടുക്കാം. പാപ്പനും കൂടെ പോകണം, അപ്പോൾ നേരെ പോയാൽ മതി, കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ ഇരിക്കട്ട് ഒരു 2 മിനിറ്റ് ഇപ്പോൾ വരാം. ഏതെങ്കിലും വണ്ടി വന്നാൽ പണിയാവും, അതാണ് ആലോചിക്കണത്. ഹോ അൽവാ കണ്ണാലെ തല്ലാലെ തല്ലാലെ, നല്ല കിടിലൻ പാട്ടുകളല്ലേ ഇതൊക്കെ, കേൾക്കാൻ നല്ല സുഖമുണ്ട്. 4291 അത് തന്നെ. ഓക്കെ, ചിക്കൻ ദം കിഴി ബിരിയാണി ഓർഡർ പിക്ക്ഡ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ബ്ലോക്ക് കുറവുണ്ടാ, ഫ്രീ ആയിരിക്കും റോഡൊക്കെ, നല്ല പറന്ന് ഓടാം നമുക്ക് സൂപ്പറായിട്ട്. അപ്പോൾ ഓക്കെ പോകുന്ന അങ്ങനെ ഐശ്വര്യമായിട്ട് ഫസ്റ്റ് ഓർഡർ പിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ ഇവിടെ നിന്ന് കൈമനാണ്, പാപ്പനംകോടല്ല. 2.9 കിലോമീറ്റർ ദൂരമുണ്ട്. അമൃത നഗറിലാണ് പോകേണ്ടത്. മണി ഇപ്പോൾ രാവിലെ കറക്റ്റ് 12 മണിയാണ് കറക്റ്റായിട്ട്. ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് August 10, 2025. അപ്പോൾ വേറെ വിഷയം നല്ല സൂപ്പർ വൈബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ എനർജി ഉണ്ട്, നല്ല കാപ്പിയെ കുടിച്ച് വയറ് നിറഞ്ഞിട്ടുണ്ട്. ഇനി ഇങ്ങനെ പോലെ ഒരു 3 മണി വരെ സൂപ്പറായിട്ട് പിടിച്ചേക്കാനുള്ള എനർജി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ രാവിലെ കുടിച്ച് കാപ്പി എന്ന് പറയുന്നത് അപ്പവും സാമ്പാറും പിന്നെ വന്നിട്ട് ഒരു ബുൾസ കഴിച്ചായിരുന്നു. എല്ലാം കൂടെ നല്ല ഒരു കലോറീസ് കയ്യിലുണ്ട്. ഇതൊക്കെ ബേണായി പോകാൻ 2 മണിക്കൂർ മാത്രമേ ഉള്ളൂ. 3 മണിയാകുമ്പോൾ വിശപ്പ് തുടങ്ങും. നമ്മൾ ടൈം എന്ന് പറയുന്നത് 11 തൊട്ട് 3 മണി വർക്ക് ചെയ്യാൻ പോയാണ്. ആൾറെഡി 11 മണിക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 12 മണി വരെ ഓർഡർ അടിച്ചില്ല. ഈ 12 മണിക്ക് ഫസ്റ്റ് ഓർഡർ പഠിച്ചിരിക്കുകയാണ്. ഈ ഇപ്പം തൊട്ട് കറക്റ്റ് 3 മണിക്കൂറത്തേക്ക് സൂപ്പർ ഓർഡർ അടിച്ച് നിറയെ സമ്പാദിക്കണം. അത് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ട് പൈസ കൊടുത്ത് ആവശ്യമുള്ള ചിലവൊക്കെ നോക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മാക്സിമം നിങ്ങൾ സൈഡിൽ സപ്പോർട്ടൊക്കെ ഇഷ്ടംപോലെ വേണം കേട്ടല്ലോ. ഇപ്പോൾ കുറച്ച് വ്യൂസ് കുറഞ്ഞു പോകണം, അതെൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും മാക്സിമം. ഞാൻ ഇപ്പോൾ വീഡിയോസ് റെഗുലറായിട്ട് പഴയ പോലെ ഇടുന്നില്ല, ഇടയ്ക്കിടെ ഗ്യാപ്പ് ഇടുന്നുണ്ട്. ആവശ്യമായിരിക്കും മെയിനായിട്ട്. ഈ നോക്കട്ടെ, എന്തായാലും മാക്സിമം ഒരു 3 വീഡിയോ വീക്കിൽ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും പഴയ ആൾക്കാരൊക്കെ തിരിച്ച് വാ, ഒന്ന് വീഡിയോ കാണും. സൂപ്പറാക്കിയിട്ട് വേണ്ട സിറ്റിക്കകത്ത് നമുക്ക് സൊമാറ്റോ ആയിട്ട് പറഞ്ഞ് ചുമ്മാ ഒന്നുമില്ല, അതിരി പാടുള്ള കാര്യമാണ്. അതൊക്കെ കാണിച്ചാൽ സൂപ്പറായിട്ട്. ഓക്കെ, അത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഒരു പ്രൊമോഷൻ പറഞ്ഞിട്ട് പൊയ്ക്കോട്ടോ, ഒരു 2 മിനിറ്റ് എത്ര തന്നെ. അപ്പോൾ ആർക്കെങ്കിലും വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കാനുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. സ്കൂട്ടർ മുതൽ ലോറി വരെ എല്ലാ വണ്ടിയും ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട്, പ്രൈവറ്റ് ആൻഡ് കമേഴ്ഷ്യൽ. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിക്കുക. കറക്റ്റ് ഒരു അഫോർഡബിൾ റേറ്റിൽ ചെയ്തു തരാം. അതുമല്ല ഇൻഷുറൻസ് കയ്യിലാണെങ്കിൽ മുട്ട പെറ്റിയാണ്. അതായത് ഇൻഷുറൻസ് എമൗണ്ടിനേക്കാളും ട്രിപ്പിൾ എമൗണ്ട് ആണ് പെറ്റിയായിട്ട് പറഞ്ഞത്. ഇപ്പോൾ ന്യൂസിൽ കണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കറക്റ്റ് എടുത്തിരിക്കണം. അതുമല്ല ഇൻഷുറൻസ് എന്ന് പറയുന്ന സാധനം നമുക്ക് പെറ്റി അടിക്കാതിരിക്കാനുള്ള സാധനമല്ല, അത് നമുക്ക് വേണ്ടപ്പെട്ട ഒരു സാധനമാണ്. അത് പറഞ്ഞില്ല എങ്ങനെയാണെന്നുള്ളത്. നമ്മളൊരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി വേറെ വണ്ടി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിക്ക് ഡാമേജ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിന് പൈസ കൊടുക്കേണ്ടി വരും. ആ സമയത്ത് മിനിമം ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വണ്ടി പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളും. അഥവാ ഫുൾ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ആക്സിഡന്റ് ആവുന്ന സമയത്ത് നമ്മളെ വണ്ടി ഡാമേജ് ആവില്ല. അപ്പോൾ നമ്മളെ വണ്ടി ഡാമേജിന്റെ പൈസയും കമ്പനി തരും. അതുകൊണ്ട് മാക്സിമം ഫുൾ എടുക്കാൻ നോക്കുക, അല്ലെങ്കിൽ മിനിമം തേർഡ് പാർട്ടിക്ക് എടുത്ത് കയ്യിൽ വയ്ക്കുക. ആരും എടുക്കാതിരിക്കൽ. ചില കാര്യങ്ങൾ നമ്മളെ കയ്യിലല്ല, അതൊക്കെ സംഭവിച്ചു പോകുന്നതാണ്. സംഭവിച്ചു പോയിട്ട് പറഞ്ഞ കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇൻഷുറൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഇതാണ് എൻ്റെ നമ്പർ 8089529674. ഇതിൽ വാട്സാപ്പ് അയക്കാം അല്ലെങ്കിൽ കോളും ചെയ്യാം. എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാം. ഓക്കെ, അപ്പം എത്താറായ ലൊക്കേഷൻ മാപ്പ് നോക്കട്ടെ ഒരു മിനിറ്റ്. അന്താകായം പോനാലും പറവൈ ഉണ്ട്. ഇതാണ് സുധീഷിൻ്റെ വ്ളോഗല്ലേ, പാട്ടും പാടി നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് പോകും. ഇവിടുന്ന് കറക്റ്റ് 550 മീറ്റർ ദൂരം ഉണ്ടല്ലോ എത്താറായ ലൊക്കേഷൻ. നല്ല കാലാവസ്ഥയാണ്, വെയിലുമില്ല മഴയില്ല, നല്ല ക്ലൗഡി ആയിരിക്കണം. നല്ല വർക്ക് ചെയ്യാൻ നല്ല രസമുണ്ട് സത്യം പറഞ്ഞാൽ. ഇത്തിരി കുറച്ച് മഴ പെയ്തെങ്കിൽ ചർച്ച കിട്ടിയേനെ, അതും കൂടെ ചെറുതെങ്കിൽ കൊള്ളായിരുന്നു. ഓക്കെ, ഇവിടെ ലെഫ്റ്റാണ് പോകേണ്ടത്. അമൃത നഗർ, ബോർഡ് വെച്ചിരിക്കണം അമൃത നഗർ. ഇവിടെ സ്കൂളുണ്ടല്ലേ അമൃത നഗറിൻ്റെ. ഓക്കെ, അമൃത വിദ്യാലയ സ്കൂള്. ഇവിടെ ഞാൻ പോയി അന്വേഷിച്ചാണ് മോൾക്ക് വേണ്ടിയിട്ട്, സ്കൂളിൽ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഫീസ് കൂടുതലെന്ന് പറഞ്ഞ്. എനിക്ക് വേറെ ഒന്നുമില്ല, നമ്മൾ ആയതുപോലെ നമ്മൾ പിള്ളേരാകാൻ പാടില്ല, അത്ര തന്നെ. നല്ല പഠിച്ച് നല്ലൊരു ടോപ്പ് ലെവലിലെത്തണം. സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ നല്ലൊരു അറിവ് ഉദിച്ചത് ഒരു 19 വയസ്സിലാണ്. ആ സമയത്തൊക്കെ പഠിത്തമോ കൈവിട്ട് പോയി. സത്യം പറഞ്ഞാൽ ചുമ്മാ പഠിച്ച് പാസ്സാകാൻ പാടില്ല, പഠിക്കണം, നല്ല പഠിച്ച് അങ്ങനെ പഠിച്ച് പാസ്സായി മുന്നോട്ട് പോയാൽ കിട്ടുന്ന ജോലി നല്ലപോലെ നമുക്ക് നല്ല ഏൺ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ചെയ്യുന്ന ജോലി ഇഷ്ടപ്പെട്ട് ചെയ്യും വേണം. പഠിക്കേണ്ടത് നമുക്ക് ആവശ്യം ഏതാണോ അത് പഠിക്കാൻ വേണം. ചുമ്മാ ആർക്കോ വേണ്ടിയിട്ട് അവർ പറഞ്ഞ് ഇവർ പറഞ്ഞ് പഠിക്കല്ലേ, ദൈവം പഠിക്കല്ലേ.
ജന്മം പാഴായിപ്പോ. ഓക്കെ, ഇവിടെ നിന്ന് ലെഫ്റ്റിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. ഇത് തന്നെ വീട് തോന്നും. നോക്കട്ടെ, ഹൗസ് നമ്പർ 6 എന്ന് പറഞ്ഞത് ഇതാണ് പ്രശ്നം. നമ്മൾ നിൽക്കുന്ന ഹൗസ് നമ്പർ വേറെ ആയിരിക്കും, ഇതിൽ കാണിക്കുന്നത് വേറെ ആയിരിക്കും. ബാക്കിലോട്ടായിരിക്കും 6 പറഞ്ഞത്. അന്താകായം പൂനാലും പറവൈ ഉണ്ട്. ഇത് അത് പാട്ട്, മറ്റേ ഈ പാട്ട്, അതാ പാടത്തിൻ്റെ പേര് മറന്നുപോയല്ലോ. ആർക്കെങ്കിലും ഓർമ്മയുണ്ട് കമൻറ്റ് ചെയ്യാൻ. ആദ്യത്തെ പടം എന്നുള്ളത് ചിമ്പൂര പടമാണ്. ഓക്കെ, ഇതിനെ വീട്. ബെല്ലടിക്കാം. സൗണ്ട് സൂപ്പറാക്കണല്ലോ. ഡിജിറ്റൽ ബില്ലെന്ന് ഇത് വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല. ബില്ലടിച്ചിട്ട് ആരും പറഞ്ഞില്ല, ആരും ഇല്ലേ വീട്ടിൽ. ഓക്കെ, ശരി എന്നാൽ ഇവിടെ ഇല്ലേ, ഞാൻ അപ്പുറത്ത് ബില്ലടിക്കുക. H6 ആണെന്നുണ്ട്. H4 മാറ്റിയേക്കണേ. ഓക്കെ, അടുത്ത പ്രാവശ്യം മാറ്റിയത്. ഓക്കെ കൊടുത്തിട്ടുണ്ടോ അവിടെ? ഓക്കെ, എൻ്റെ അമ്മ അഡ്രസ്സ് മാറ്റി കൊടുത്ത് ആ വീട്ടിൽ ആളില്ലാത്ത ഭാഗ്യമില്ല, അവിടെ കൊടുത്തിട്ടുണ്ടാകും പോയനെ. അങ്ങനെ പെട്ടെന്ന് ആൾക്കാർ വാങ്ങിയൊന്നുമില്ല, ചോദിക്കും. നമ്മൾ ഓർഡർ ചെയ്തില്ല, പിന്നെ എന്തെങ്കിലും കൊണ്ടുവന്ന് ചോദിക്കും. അപ്പോൾ H4 ആണ് കൊടുക്കേണ്ടത്. ശരി, ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. ഫസ്റ്റ് ഓർഡർ ഇതിനകത്ത് കൺഫ്യൂഷൻ ആയല്ലോ. കൺഫ്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ലൂസ് മോഷൻ. ഇതൊരു തമിഴ് പടത്തിൻ്റെ ഡയലോഗാണ്, വിവേകിൻ്റെ. കൺഫ്യൂഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദി ലൂസ് മോഷൻ. ഓക്കെ, ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 29 രൂപ 15 പൈസയാണ്. അപ്പോൾ നേരെ അങ്ങോട്ട് പോകട്ടെ. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം കൈമനോ അല്ലേ? കൈമനാകുമ്പോൾ കരമന പോകാം. അവിടെ പോയി അടുത്ത ഓർഡർ വെച്ച് എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗോയ്സ്, കൊട്ടൊക്കെ നിൽക്കണം. അന്താകായം തോൻറാലും. ഒരു മിനിറ്റ്, വാട്സാപ്പിൽ മെസ്സേജ് അയച്ചായിരുന്നു ആൾ. മറ്റേ ഇതിൻ്റെ ഇൻഷുറൻസിൻ്റെ കാര്യം ചോദിച്ചോണ്ട് വണ്ടിയുടെ ആൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ദിവസവും. അടുത്ത ഓർഡർ അടിച്ചാ പൂജപ്പര ക്രാബ് ബൈ BRM. ഇപ്പം പോവാം. റീച്ച് ലൊക്കേഷൻ ഇല്ല, റെഡി ആയാലും. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ബാ. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. 5082 ഇതിനല്ലോ, നല്ല വെയിറ്റ് ഉണ്ട്. ഒരു മിനിറ്റ്. ചട്ടിച്ചോറും നമ്മൾ ചട്ടിച്ചോറായതുകൊണ്ടേ കവറിൽ മേളിങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിത്തറയിൽ പോയി കഴിഞ്ഞാൽ ചട്ടിച്ചോറ് പട്ടിച്ചോറായിട്ട് മാറും. കോവിലിൽ പ്രസാദം വാങ്ങിയപ്പോലെ ചേർത്ത് പിടിച്ചാൽ അയ്യോ കറി അടിയിൽ പോയ പണിയാണല്ലോ. ഇതെന്തിനും അടിയിൽ പോയത് ആവശ്യമില്ലാതെ ദൂരാൻ പറ്റുമോ നമുക്ക് ചോദിച്ചേ? അല്ലെങ്കിൽ പണി കിട്ടും. ഓക്കെ, ഇപ്പോൾ ഓക്കെ, വിഷയമില്ല. ഓക്കെ, ഇവിടെ ഇരിക്കുമല്ലോ സേഫായിട്ട്. ഓക്കെ, പോന്നാ, അത്രേ ഉള്ളൂ. അപ്പോൾ ഓർഡർ പിക്ഡ്. അപ്പോൾ ഓക്കെ, പോന്നാ. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ പാച്ചലൂരാണ്. ഇവിടുന്ന് കറക്റ്റ് 10 കിലോമീറ്റർ ദൂരമുണ്ട്. വേറെ വഴി കൂടെ പോയി കഴിഞ്ഞാൽ 15 കിലോമീറ്റർ ദൂരമുണ്ട്. വേറൊരു വഴി കൂടെ പോയി കഴിഞ്ഞാൽ 15 കിലോമീറ്റർ ദൂരമുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കിലോമീറ്റർ 10 കിലോമീറ്റർ അതുവഴി പോവാം. കമോൺ ക്വിക്ക്. ഇതാരും സൊമാറ്റോ ടീഷർട്ടിൽ സ്വിഗ്ഗി ബാഗിൽ പോകണം. അത് FC ബൈക്കിൽ നമ്മളെ പോലെ. ഇത് പഴയ FC ബൈക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പഴയ FC ബൈക്ക് ലുക്കാണല്ലേ കാണാൻ നമ്മളെക്കാളും. അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ പഴയ ബൈക്ക്. പണ്ട് ഈ ധൂം സിനിമ ഇറങ്ങിയ സമയത്തൊക്കെ ഇറങ്ങിയ ബൈക്കാണിത്. ഇപ്പോൾ ഇറങ്ങിയ മോഡൽ കൊള്ളാം, പക്ഷെ ആ ഒരു ലുക്കായിരുന്നു. ഇന്നലെ രാത്രി സിനിമ ഉണ്ടായിരുന്നു, ജുറാസിക് പാർക്ക് റീബർത്ത്. വീട്ടിൽ നിന്ന് കണ്ടായിരുന്നു. OTT ഇല്ല, ഡൗൺലോഡ് ഉണ്ട്. പടം കൊള്ളാം, വിഷ്വലായിട്ട് സൂപ്പർ ആയിക്കണ്. പഴയ ഡൈനോസറെ തോൽപ്പിക്കാൻ വേണ്ടി പുതിയ ഡൈനോസർ ഇറങ്ങിയിട്ടുണ്ട്. ആ പുതിയ ഡൈനോസറിൽ ചില ലുക്കുണ്ട്, ചില ലുക്കില്ല. സംഭവം വിഷ്വലായിട്ട് സൂപ്പറാണ്. നല്ല കണ്ടിരിക്കുന്ന പടം തന്നെ. ക്ലൈമാക്സിൽ കൊണ്ട് തുളച്ചു കളഞ്ഞു. ഈ ജുറാസിക് പാർക്ക് സിനിമയിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യം ക്ലൈമാക്സ് ആണ്. ആ ക്ലൈമാക്സിൽ പറഞ്ഞ ഒരു സീൻ ഉണ്ടല്ലോ, ഒരു വലിയ മൃഗം വരും, അതെങ്കിൽ പറഞ്ഞാൽ അത് ഇപ്രാവശ്യം ഭയങ്കര മോശമായി പോട്ടെ. ഒരുമാതിരി അതിനെ കണ്ട ഒരു എന്തോ പറയാം, ഒരു അസുഖം പിടിച്ച സാധനത്തെ പോലെ ഒരു എന്തോ പറയാം. അത് അങ്ങനെ തന്നെ ആ ഒരു മ്യൂട്ടൻ്റ് അങ്ങനെ ഉണ്ടായതാണ്. ഒരു ജനറ്റിക്കിൻ്റെ ഒരു എററിലുണ്ടായ സാധനമാണ്. പക്ഷെ അത് കാണാൻ നമുക്കൊരു പേടി തോന്നില്ല. ഒരുമാതിരി എന്ത് പറയാം, അത് ഡൈനോസറിന്റെ ഫീലേ പറഞ്ഞില്ല മെയിനായിട്ട്. അത്ര തന്നെ. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റും. മെയിൻ വില്ല എപ്പം ചാവും, പിന്നെ കൂടെയുള്ള പാവപ്പെട്ട ആൾക്കാരെപ്പം ചാവും. ഇതിന് ചാവാൻ വേണ്ടി കുറെ ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ എപ്പം ചാവും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ഇതേപോലെ തെണ്ടിത്തിരിഞ്ഞു വരുന്നവന്മാരെ അവിടെ നിർത്തി തീറ്റിപ്പോറ്റും, അവസാനം കൊലക്കൊടുക്കും. അതൊക്കെ കറക്റ്റ് വർക്കൗട്ട് ആയിട്ട് നമ്മൾ വിചാരിച്ച പോലെ. ഇതൊക്കെ തന്നെ മെയിൻ വിഷയം. സുധീഷ്, ഇപ്പം നമ്മൾ എങ്ങോട്ടാണ് പോണത്? നമ്മൾ പോകേണ്ടത് പാച്ചലൂരല്ലേ? ഇത് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എന്റെ ഭഗവാനെ, ഞാൻ മാറ്റിനെ പോയി. അയ്യേ, ശരിയാണല്ലേ. ഞാൻ പോകേണ്ട വഴി വേറെ ആയിരുന്നു കേട്ടോ. ഇതാണ് കുഴപ്പം. നമ്മൾ വ്ളോഗിൽ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുമ്പോൾ നമ്മൾ പോകേണ്ട റൂട്ട് മാറി പോവുകയാണ്. എവിടെയെങ്കിലും പോയി നിൽക്കുമ്പോൾ ആലോചിക്കണം നമ്മൾ ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ശരി, ഇപ്പോൾ കുഴപ്പമില്ല, ഇത് ഈ വഴി പോവാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഇല്ലെങ്കിൽ ആലോചിച്ചു. നമ്മളങ്ങനെ തിരുവല്ലത്താറായിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോകാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. അവിടെ നിന്ന് പണി നടക്കുന്നതാണ് മാപ്പിൽ കാണിക്കണത്. ഇവിടെ നിന്ന് മാപ്പിൽ കാണിക്കണത് ഇപ്പം എന്താ കാണിച്ചില്ല. അതായത് ഇങ്ങനെ പോകാനാണ് കാണിക്കണം. പക്ഷെ നമുക്ക് നേരെ പോയാൽ മതി, അതാണ് എളുപ്പ വഴി. ഇപ്പം നേരെ ആൾക്കാർ പോവുക ചെയ്യണത്. മനസ്സിലാവുള്ളൂ എന്താണ് സംഭവം എന്നുള്ളത്. ഒരു കാര്യം നേരെ പോയി നോക്കാം. എൻ്റെ ചുമ്മാ കറങ്ങി പോകണം ആവശ്യമില്ല. ആൾക്കാരൊക്കെ പോവല്ലേ. നാട് ഓടിയാൽ നടുവേ ഓടണമെന്നാണ് ദൃശ്യ സിനിമയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നാട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നടുവിൽ ഓടാൻ പറ്റില്ലുണ്ടെങ്കിൽ ബാക്കിൽ നിന്ന് ഓടിക്കണം. അപ്പോൾ അറിയാൻ പറ്റും അവിടെ വഴിയില്ലെന്നുള്ള കാര്യം അല്ലേ. എത്രേ ഉള്ളൂ. നമ്മൾ പുതിയ വഴി കണ്ടെത്തുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ പർപ്പസ്. അല്ലാതെ എല്ലാവരും പോയ വഴി കൂടെ പോയി കഴിഞ്ഞാൽ അത് ബോറായി പോകില്ലേ. ഫാസ്റ്റ് ടാഗ് ടോൾ ബൂത്ത്. നമുക്ക് എന്നാലും പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല, ബൈക്കിന് ഫ്രീ ആണ്. എന്തൊരു സന്തോഷമല്ലേ ടോൾ ബൂത്തിൽ പൈസ അടയ്ക്കാതെ പോണത്. ഇതെല്ലാം സന്തോഷം. കാറിൽ പോകണം പൈസ അടയ്ക്കാതെ. ഇവിടെ 40 രൂപ അത്രേ ഉള്ളൂ, വലിയ പൈസ ഒന്നുമില്ല. ചിലയിടത്തൊക്കെ 150-200 വാങ്ങി. ഇവിടുത്തെ വഴിക്ക് ഒരു കുഴപ്പമില്ല. ഇവിടെ വഴി കിടക്കുകയാണ്, റോഡൊന്നും പൊളിച്ചിട്ടൊന്നുമില്ല. മാപ്പ് എന്ത് ഇങ്ങനെ കാണിക്കണം ആവശ്യമില്ലാതെ. നമ്മൾ മാപ്പിനെ നമ്പി കറങ്ങിപ്പോയത് ആലോചിച്ച് നോക്ക്, വെറുതെ 2 കിലോമീറ്റർ കറങ്ങിയാണ്. ഇതിപ്പോൾ എങ്ങനെ പോകണം? റൈറ്റോട്ടാ. പക്ഷേ കഷ്ടം. മാപ്പേ ഉള്ള വഴി ഇല്ലാത്ത വഴിയാക്കണം, ഇല്ലാത്ത വഴി ഉള്ള വഴിയാക്കും. ഇതേ മാപ്പിൻ്റെ കളി. നല്ല മണം കേട്ടോ, കടൽക്കാറ്റിൻ്റെ മണം.
തൊട്ടപ്പുറത്ത് കടലാണ്. ഓക്കെ, കസ്റ്റമർ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടെ തന്നെ ഇവിടെയാണ് കാണിക്കുന്നത്. ബെല്ലടിക്കണോ കോൾ ചെയ്യണോ? നേരത്തെ പോലെ ആവോ? ആ വന്നല്ലോ. പയ്യെ കൊച്ചിനെടുക്കും പോലെ ഇട്, കുഞ്ഞാണത്. ഓക്കെ ശരി. ഓക്കെ, ഓർഡർ ഡെലിവേർഡ്. പോന്നാ. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 112 രൂപ 20 പൈസയാണ്. ഇപ്പോൾ അടുത്ത് എങ്ങോട്ട് പോകാൻ നേരം? മണക്കാട് പോയാലോ? ഇവിടെ അടുത്തുള്ള ദിവസം മണക്കാടാണ്. അപ്പോൾ അവിടെ പോയി അടുത്ത ഓർഡർ എങ്ങോട്ടെങ്കിലും പോകാം. കമോൺ ഗൈസ്, കട്ടക്ക് ഇരിക്കണം അല്ലേ? അത്രേ ഉള്ളൂ. എന്ത് കഷ്ടം വന്നാലും നഷ്ടം വന്നാലും ഒന്നും ബാക്ക് അടിക്കില്ല. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ജയിക്കാതെ അവിടെ പോകാം. നമ്മളൊക്കെ നല്ലൊരു മനസ്സും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് സൂപ്പറായിട്ട് ജയിക്കാം. സത്യം പറഞ്ഞാൽ ഞാൻ ചില സമയത്തൊക്കെ ഡൗൺ അടിച്ച് നിൽക്കും. പക്ഷേ അത് നമ്മൾ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ജോലി ചെയ്യാതിരിക്കുമ്പോൾ ഈ മൈൻഡ് സെറ്റ് കൊണ്ടാണ്. ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതൊന്നും വരില്ല. അപ്പോൾ മാക്സിമം എൻഗേജിങ് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് എപ്പോഴും നല്ല ഒരു എന്താ പറയുക, നല്ല ആക്റ്റീവ് ആയിരിക്കും. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. മഫിൻ ഹൗസ് അമ്പലത്തറ. അക്സെപ്റ്റ് ഓർഡർ. ഓക്കെ, വണ്ടി വള കമോൺ ക്വിക്ക്. പൈസകൾ സമ്പാദിക്കണ്ടേ? അംബാനി ആവണ്ടേ? അംബാനി ആയാലും കുഴപ്പമില്ല, ഒന്ന് ജീവിച്ച് പോയാൽ മതി. ഒരു സ്വന്തം വീട്, ഒരു സാധാരണ ഒരു കാറ്, കടങ്ങളെല്ലാം തീരണം, സ്വർണ്ണങ്ങളെല്ലാം പണയത്തിന് എത്തിച്ചെടുക്കണം, കുറച്ച് സേവിങ്സ്, കാര്യങ്ങൾ നടന്നു പോകണം. അത്ര തന്നെ, വേറെ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ആവശ്യമുള്ള ഇൻഷുറൻസ് കാര്യങ്ങൾ എടുത്തിരിക്കണം. അത്ര തന്നെ. ഇൻഷുറൻസ് പറഞ്ഞെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ്, ടേം ഇൻഷുറൻസ് ഇതൊക്കെ എടുത്ത് വെച്ചിരിക്കണം കമ്പൾസറി ആയിട്ട്. ഞാൻ ഇപ്പോൾ എടുക്കാൻ പോവുകയാണ്. പൈസ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ വേണ്ടപ്പെട്ട ഒരു കാര്യമാണ് ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഹോസ്പിറ്റൽ കേസ് വരുമ്പോൾ നമ്മൾ ലക്ഷങ്ങൾ ചിലവാക്കി നമ്മൾ പൈസ കാണില്ല. ആ സമയത്ത് നമ്മൾ കടം വാങ്ങിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ലോൺ എടുക്കും. പാപ്പരായി പോകും. അതേപോലെ തന്നെ ടേം ഇൻഷുറൻസ്, ഒരു കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുന്ന ആൾക്ക് എന്തെങ്കിലും പറ്റി അയാൾ ആ വീട്ടിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ട് വരും. ഒരു കാര്യം നടക്കൂല, ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ടേം ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന് 2 കോടി വരെ ക്ലെയിം കിട്ടും. അപ്പോൾ ഇതുപോലെ കുറേ ഇൻഷുറൻസ് വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ വൈഫ് ചേർന്ന് വർക്ക് ചെയ്യുകയാണ്. HDFC ലൈഫാണ് കമ്പനി. 100% ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോയുള്ള കമ്പനിയാണ്. അപ്പോൾ ഞങ്ങളുടെ നമ്പർ ഇതാണ് 8089529674. വാട്സാപ്പ് അയക്കുക അല്ലെങ്കിൽ കോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ സത്യം പറഞ്ഞാൽ ഇത് പ്രൊമോഷൻ അല്ല, എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു അർജൻറ്റായ കാര്യമാണ്. മാക്സിമം എടുത്തു വയ്ക്കാൻ നോക്കുക. ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ ഇതൊക്കെ വേണം, പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ ഓക്കെ, ഓർഡർ റെഡിയായി. മെസ്സേജ് വന്നു സൂം എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, റീച്ച് മഫിൻ ഹൗസ്. ഇവിടെ വണ്ടി വെക്കാമല്ലോ, വേറെ കാറൊന്നും പാർക്ക് ചെയ്യാൻ വരുമല്ലോ. നമ്മൾ കറക്റ്റ് പാർക്ക് ചെയ്യുമ്പോൾ വേറെ വണ്ടി കൊണ്ടുവരും. ഒന്നും മാറ്റി തരുമെന്ന് പറയും. എനിക്കാണെങ്കിൽ ദേഷ്യം പറയും. ഒരിക്കൽ മാറ്റി കൊടുക്കുക, 2 പ്രാവശ്യം മാറ്റി കൊടുക്കാം. ചുമ്മാ എവിടെ കൊണ്ട് വെച്ചാൽ മാറ്റാൻ പറഞ്ഞാൽ ദേഷ്യം വരില്ലേ അല്ലേ? ഓക്കെ, റീച്ച് ലൊക്കേഷൻ മഫിൻ ഹൗസ് റെഡി ആയിട്ടുണ്ട്. ബാബാ, സൗണ്ട് വന്നല്ലോ. 1598. ഇതന്നെ ചിക്കൻ സാൻഡ്വിച്ച് പഫാണല്ലേ സംഭവം? പപ്സ് അല്ല, നമ്മളിങ്ങനെ മാറ്റി പറയാണ്ട് കുഴപ്പമാണല്ലേ. പിക്കഡ് ഓർഡർ സംഭവം. നമ്മൾ പഫ്സിന് പപ്സ് എന്നാണ് പറഞ്ഞല്ലേ, മുട്ട പപ്സ്. പക്ഷേ കുഴപ്പമില്ല, നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയി, മാറ്റാൻ പറ്റാനൊന്നുമില്ല. നമ്മൾ ബേക്കറി പോയി കഴിഞ്ഞാൽ എങ്ങനെ ചോദിക്കുള്ളൂ മുട്ട പപ്സ് ഉണ്ടാകും. അപ്പോൾ ആരൊക്കെയാണ് പപ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. താഴെ പപ്സ് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കമലേശ്വരം. ഇവിടെ നിന്ന് കറക്റ്റ് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 1:30 മണിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് റൈറ്റിലാണ് കാണിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഫോൺ എടുത്ത് അകത്ത് പോയി. ഫുൾ കട്ടറാണ്, നല്ല വൈബ്രേഷൻ ആയിരിക്കും. ഫോണിൻ്റെ ഡിസ്പ്ലേ കണ്ട സൈഡ് കണ്ട കംപ്ലീറ്റ് ഒരുമാതിരി കയറി കിടക്കുകയാണ്. ഇപ്പോൾ എന്ത് ചെയ്യാം, മാപ്പ് നോക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടുത്തെ റൂട്ടിന് വലിയ പിടിയില്ല, മുടുക്കുകളോ കംപ്ലീറ്റ്. വൈബ്രേഷൻ ഇല്ലാത്ത മൊബൈൽ ഹോൾഡർ ഉണ്ട്, ഓൺലൈൻ നോക്കി വാങ്ങണം. പക്ഷേ എത്രയൊക്കെ നോക്കി വാങ്ങിച്ചാൽ വൈബ്രേഷൻ ഉണ്ടാവില്ലേ, കുറച്ചെങ്കിലും ഇല്ലാതിരിക്കാൻ വഴിയില്ല. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ലാസ്റ്റ് കാണുന്ന വീടായിരിക്കും മിക്കവാറും. ഇപ്പോൾ ലാസ്റ്റുള്ള വീട് അപ്പുറത്താണ് പറഞ്ഞത്. ഇവിടെ അല്ലേ? ഓക്കെ ഓക്കെ, പോന്നാ. അപ്പോൾ ഓർഡർ ഡെലിവേർഡ്. ഇപ്പോൾ ടിപ്പുണ്ട് 20 രൂപ. നല്ല കസ്റ്റമർ, ഫുൾ മാർക്ക് കൊടുക്കും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 51 രൂപ 28 പൈസയാണ്. ഓക്കെ, അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട് ശ്രീ ഉടുപ്പി ഹോട്ടൽ. ചെറിയ എമൗണ്ട് ആയിരിക്കും. പിക്കപ്പ് ലോങ് 2.5 കിലോമീറ്റർ മുകളിലുണ്ട്. ഡെലിവറി 2.5 കിലോമീറ്റർ. അപ്പോൾ എല്ലാം കൂടെ മൊത്തം 5 കിലോമീറ്റർ മുകളിൽ ഓടെയാണ്. അപ്പോൾ എത്ര കിട്ടണം? 50 രൂപ കിട്ടണം. ഇവിടെ കിട്ടണം എമൗണ്ട് 37 രൂപ സംതിങ് ആണ്. അക്സെപ്റ്റ് ഓർഡർ. പോകാം, കുഴപ്പമില്ല, എന്തായാലും കളയണ്ട, കിട്ടുന്ന ഓർഡർ കൊടുക്കാം. ഇതാണ് വെട്ടിമുറിച്ചാൻ കോട്ട, ചുവന്ന കോട്ട, റെഡ് ഫോർട്ട്. ഇതുവഴി കയറിപ്പോൾ ഇത് എളുപ്പ വഴിയാണ് മാപ്പ് കാണിക്കുന്നത്. നമുക്കറിയാം എളുപ്പ വഴിയാണെന്നുള്ളത്. ഇതൊക്കെ നമുക്ക് വലിയ പാടൊന്നുമില്ല. ചില റൂട്ട് പോകുമ്പോഴാണ് മാപ്പ് നോക്കേണ്ടിയിരിക്കുന്നത്. ഇത് 1 വേ ആണ്, അങ്ങോട്ട് മാത്രമേ പോകുള്ളൂ വണ്ടി, ഇങ്ങോട്ട് വരാൻ പാടില്ല. പിന്നെ നമ്മളാൾക്കാരല്ലേ ഇങ്ങോട്ട് കയറി വരും, അത് വേറെ വിഷയം. ആഹാ, നല്ല തണുത്ത കാറ്റ് കേട്ടാ. അപ്പോൾ മിക്കവാറും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, റീച്ച് ലൊക്കേഷൻ ഓഫ് ഉടുപ്പി ഹോട്ടൽ. വലിയ തിരക്കില്ല, വണ്ടി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. വർക്കിംഗ് ഡേയ്സിലാണ് ഇവിടെ നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വണ്ടി കാണും. 1372 ടൊമാറ്റോ 13 ടൊമാറ്റോ റൈസ്. വണ്ടി ലുക്കല്ലേ, ഒരു സൂപ്പർ ബൈക്ക് ലുക്ക് പോലെ അല്ലേ. ഓക്കെ, അപ്പോൾ പോകാം. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ PRS ഹോസ്പിറ്റൽ. ഇവിടെ നിന്ന് കറക്റ്റ് 2.9 കിലോമീറ്റർ ദൂരം ഇവിടെ നിന്ന് കാണിക്കുന്നത്. മണി ഇപ്പോൾ കറക്റ്റ് 1:50 ആയിട്ടുണ്ട്. പെട്രോൾ അടിക്കണം, പോകുന്ന വഴിക്ക് പെട്രോൾ കുറവാണ്. 250 50 ഇല്ല, 30 ഉള്ളൂ. അല്ലെങ്കിൽ 50 രൂപ അടിച്ചാലും മതി പെട്രോൾ. 50 രൂപ പെട്രോൾ അടിച്ചാൽ 50 രൂപ കൂടെ. ഓക്കെ, 50 രൂപ ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് പെട്രോൾ അടിക്കാം. 200 തന്നു, കറക്റ്റായി 300 തന്നു. ഓക്കെ, 300 പെട്രോൾ അടിച്ചുകൊണ്ട് ഇരിക്കട്ടെ, നല്ല രാത്രി ആവശ്യം വരും. പോകുന്ന വേറെ വിഷയമൊന്നുമില്ല, വേറെ ഒരു വിഷയമില്ല. പെട്രോൾ അടിച്ച് സൂപ്പർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ വയറ് നിറഞ്ഞാ ബൈസൺ? തള്ള ബൈക്ക് ക്യാമ്പൊക്കെ വിടണം. എല്ലാം മിമിക്രി ഡബിങ്ങെന്ന് അറിയാം ആൾക്കാർക്ക്, എന്നാലും രസമില്ല പറയുമ്പോൾ അല്ലേ. സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ ആരും ഇല്ല കൂടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു കൂട്ടിന് ആൾ വേണ്ടേ. അപ്പം ബൈസൺ ഒരു വോയിസ് കൊടുത്താൽ
എൻ്റെ കൂടെ ഒരാളുള്ളത് പോലെ ഫീൽ. ഓക്കെ, വണ്ടി അകത്ത് കയറണ്ട, ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, കസ്റ്റമർ വിളിച്ചു നോക്കാം. എന്തായാലും ഇപ്പോൾ അങ്ങോട്ട് പോവാം, അവിടെ നിൽക്കേണ്ട. ഹലോ, ആ സൊമാറ്റോ ആണേ. ആ, ഞാൻ അവിടെ നിൽപ്പുണ്ട്, ഗ്യാറ്റിൻ്റെ അവിടെ നിന്ന്. യൂട്യൂബറാണോ? ആ കേരളട്ടാ, ഇത് യൂട്യൂബ് ചാനൽ, ക്യാമറ കേട്ടാ. ആ, ഞാൻ യൂട്യൂബറാണ്. ഇത്രക്ക് പോപ്പുലറായി എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. നമ്മൾ പോകുന്ന ബൈക്ക് റൈഡും ജോലി കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പോകണം. ശങ്കരിയാണോ? ഓക്കെ ഓക്കെ, ശരിയാണ്. ഓക്കെ, അങ്ങനെ ഓർഡർ ഡെലിവർ, വേറെ വിഷയമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 43 രൂപ 99 പൈസയാണ്. ഇപ്പോൾ അധികം സ്ഥലം കിള്ളിപ്പാലല്ലേ, ഇവിടെ നിന്ന് ഓർഡർ അടിച്ചോളൂ. കുമാർ കഫേ അടുത്ത് തന്നെ അവിടെ. അപ്പോൾ അടുത്ത് ഓർഡർ അടിച്ചോളൂ കുമാർ കഫേ, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, റീച്ച് ലൊക്കേഷൻ റെഡി ആയിട്ടുണ്ട്. പോയി എടുക്കാം. ഇനി ഗോപ്രോയിൽ 30% ചാർജ് മാത്രമേ ബാക്കിയുള്ളൂ. ആ 30%-ൽ ഒരു മണിക്കൂറത്തെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ? ആ ഹായ് 010. ആ അന്ന് ഉള്ളതുകൊണ്ട് ആ ക്യാമറ ഓൺ തന്നെ. ഹായ് ബ്രോ. ഓക്കെ പോട്ടാ. ഓക്കെ ബൈ. ഓക്കെ പോന്നാ. അപ്പം ഓർഡർ ആയിട്ട് 2 ചിക്കൻ ബിരിയാണി. വണ്ടി അവിടെ വെച്ചാൽ അപ്പുറത്ത്. ഈ വണ്ടി വെച്ച സ്ഥലം മറന്നു പോകട്ടെ ഇടയ്ക്കിടയ്ക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ കൊഞ്ചിറുള്ളിയാണ്. ഇവിടുന്ന് കറക്റ്റ് 3.3 കിലോമീറ്റർ ദൂരമുണ്ട്. ഓക്കെ, ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് 100 മീറ്റർ ദൂരമേ ഉള്ളൂ. ഈ പാലം കടന്നാൽ മതി. ഈ പാലത്തിൽ കറക്റ്റായിട്ട് ഓട്ടോയും ബൈക്കേ പോകുള്ളൂ, കാറ് പോകുന്നില്ല. ചെറിയ കാറ് പോകും സുഖമായിട്ട്. ഓക്കെ, എത്ര തന്നെ എത്താറായി. ആ പോ എന്തോന്നത് ഇവിടെ തന്നെ. ഓക്കെ ഓക്കെ, അഖില അല്ലേ? ഓക്കെ, താങ്ക് യു. ശരി എന്നാൽ. ഓക്കെ, ഓർഡർ ഡെലിവർഡ്. സൂപ്പർ. ഈ പാട്ട് സത്യം പറഞ്ഞ എല്ലാ വ്ളോഗിലും പാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാട്ട് മനസ്സിൽ നിന്ന് പോകണില്ല. ആ പടം ഇറങ്ങുമ്പോൾ ഈ പാട്ടിൻ്റെ മനസ്സിൽ കാണും. അപ്പോൾ ഈ പടത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല ഇതുവരെയായിട്ടും. അത് ബുക്ക് ചെയ്യണം. മിക്കവാറും ഫുള്ളായി കാണും അല്ലേ? ഫസ്റ്റ് 3 ഷോയ്ക്ക്, ഫസ്റ്റ് 3 ദിവസം ഫുള്ളായി കാണും. ഇപ്പോൾ ചില തിയേറ്ററിൽ ബുക്കിംഗ് കാണുമായിരിക്കും സീറ്റൊക്കെ. ആ തിയേറ്ററിൽ പോരാ. നമ്മൾ ഉദ്ദേശിക്കുന്ന തിയേറ്റർ SL ആണ്. പടം കൊള്ളായിരിക്കും, ലോകേഷല്ലേ, വേറെ വിഷയമില്ല, നമ്പി കാണാം. പിന്നെ ലിയോയിൽ കാണിച്ച പോലെ കാണിക്കാൻ പാടില്ല. ലിയോ നല്ല പടമാണ്. സെക്കൻഡ് ഹാഫ് കൊണ്ട് ആ ഫ്ലാഷ് ബാക്ക് സീനൊക്കെ തുളച്ചുള്ളത്. അതേപോലെ ആക്കാതിരുന്നാൽ മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല അല്ലേ? ഒരു ജയിലർ പോലെ ഇരുന്നാൽ മതി. എത്ര ജയിലർ പടം അതേ ഒരു പാറ്റേണിൽ ഇരുന്നാലും വലിയ കുഴപ്പമില്ല. പക്ഷേ ആ ഒരു മാസ് എലമെൻറ്റ് മതി. അടുത്ത ഓർഡർ അടിച്ചിട്ടാ മലബാർ ഹോട്ടൽ അടുത്തില്ല. 57 രൂപ, കുറച്ച് വലിയ ഓർഡർ. കൊള്ളാം, ഒരു 6 കിലോമീറ്റർ കാണുമായിരിക്കും. മലബാർ ഹോട്ടൽ, റീച്ച് ലൊക്കേഷൻ 7183. റെഡിയായി. അതെ, ചിക്കൻ ബിരിയാണി 2 പീസ് ചിക്കൻ വിത്ത് 1 എഗ്. ഓർഡർ പിക്ക്ഡ്. അപ്പോൾ നമ്മൾ പോകേണ്ട ലൊക്കേഷൻ മലമേൽക്കുന്ന് പാപ്പനംകോട് സത്യനഗറാണ്. ഇവിടുന്ന് കറക്റ്റ് 5.9 കിലോമീറ്റർ ദൂരമുണ്ട്. മണി ഇപ്പോൾ കറക്റ്റ് 2:15 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോട്ടെ, മണി ഇപ്പോൾ 2:30 മണി ആയിട്ടുണ്ട്. ഈ അരമണിക്കൂർ സമയമുണ്ട്. ഈ ഓർഡർ കഴിയുമ്പോൾ കറക്റ്റ് 2:45 മണിയാവും. അത് കഴിയുമ്പോൾ വേണമെങ്കിൽ അടുത്ത ഓർഡർ എടുക്കാം, അല്ലെങ്കിൽ വീട്ടിൽ പോകണമെങ്കിൽ പോകാം. സുധീഷ് ഇഷ്ടം പോലെ. എന്ത് ചെയ്യാം? ശരി, എന്തായാലും ഓർഡർ എടുത്ത് കഴിയുമ്പോൾ ആലോചിക്കാം. ആ സമയത്ത് വിശപ്പും ദാഹം ഉണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ പോകും. ഓ ജസ്റ്റ് മിസ്. ഓടിച്ചു കൊള്ളാണ്ട. എപ്പോഴും വളവിൽ ക്രോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കറക്റ്റ് നോട്ടം വേണം 2 സൈഡും. 2 സെക്കൻഡ് ഗ്യാപ്പിൽ ചാടിപ്പോയിക്കണം. പൊഴിക്കൊന്ന് ലെഫ്റ്റ് പോയ സത്യനഗർ. നമ്മൾ ലെഫ്റ്റാണ് പോകേണ്ടത്. ഇവിടെ ഫുൾ ഇൻഡസ്ട്രിയൽ ഏരിയയാണ്. നല്ല മരങ്ങളും നല്ല ഒരു കൂളിംഗ് ഏരിയയാണ്. ഇവിടെയൊക്കെ വരുമ്പോൾ പ്രത്യേക ടൂറിങ് വൈബാണ് എനിക്ക്. അടിപൊളിയാക്കണം. ഇതുപോലെ ടൂർ പോകാൻ എന്ത് കൊതിയാണെന്ന് അറിയാമോ? സുധീഷേ പോവണ്ടേ? ശിവനെ, ഇത് ഏത് ജില്ല? ഫുൾ കാടായിരിക്കണം. എൻ്റെ അമ്മ വന്നത് ഏത് ഏരിയെന്ന് പിടിയില്ലല്ലോ. എൻ്റെ ചുരുളി സിനിമയിലാണോ നീ? തങ്കൻ്റെ പറമ്പിൽ കുഴിയെടുക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. നീ അവിടെ തന്നെ? ഓക്കെ, ആദർശല്ലേ? ഓക്കെ ശരി, ഓക്കെ ഓക്കെ. ഓർഡർ ഡെലിവേർഡ്. പോന്നാ. മണി ഇപ്പോൾ 2:35 ആയുള്ളൂ. ഇനി സമയമുണ്ട് അരമണിക്കൂർ. ഇപ്പം എന്ത് ചെയ്യാം, ഇങ്ങോട്ട് പോവാൻ. സൂപ്പർ. ഇപ്പോൾ കിട്ടിയ ഓർഡർ പേയ്മെൻറ്റ് 64 രൂപ 37 പൈസയാണ്. ആ പടം സത്യം പറയല്ല, മുട്ടൻ തെറി കേട്ടാ. ഞാൻ ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ സത്യം പറയാൻ വിചാരിച്ചില്ല ഇത്ര തെറി വേണമെന്നുള്ളത്. ഞാൻ ചുമ്മാ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിൽ, ഫാമിലിയെ കൊണ്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ പോസ് ചെയ്ത് പടം ഓഫ് ചെയ്ത്. എന്നിട്ട് പിന്നെ എല്ലാവരും പോയതിനു ശേഷം പടം കണ്ട്. പടത്തിൻ്റെ കഥ സൂപ്പറാണ്. തെറിവിളി ഒരു രക്ഷയില്ല. അമ്മോ പൂരത്തെറി. തങ്കചേട്ടൻ്റെ പറമ്പിൽ കുഴിയെടുക്കാവുന്ന ആൾക്കാർ കെട്ടി തെറി കേൾക്കണം. അമ്മോ. ഓക്കെ, അപ്പോൾ സൊമാറ്റോ ആപ്പ് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിൽ പോകുമ്പോഴൊരു ചെറിയ കാര്യമുണ്ട്. ATM-ൽ പോയി പൈസ ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ട്. ആ പൈസ വാടക പൈസയാണ് വീട്ടിൽ നടക്കേണ്ടത്. അപ്പോൾ ആ പൈസ ഇട്ടിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോകാം. ഓക്കെ, അത്ര തന്നെ, വേറെ വിഷയമൊന്നുമില്ല. കമൺ ഗൈസ്, കൊട്ടാക്കത്തേക്ക് ഉണ്ടാവും. ഇതൊന്നും ആക്സിഡൻറ്റാ? ഇത് പറ്റി? പക്ഷെ എൻ്റെ അമ്മോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഒയ്യോ, ബ്ലഡ് കേട്ടാ ശരിക്കും. എന്തോ ബ്രോ, ആളെ കൊണ്ടുപോയാ? ഓപ്പോ, എൻ്റെ അമ്മ. എങ്ങനെ അടിച്ച വണ്ടി? ABS ഒക്കെ ഉള്ള വണ്ടിയാണത്. എങ്ങനെ പോസ്റ്റിൽ അടിച്ചതല്ലേ? ഓവർ സ്പീഡ് ആയിരിക്കും അല്ലേ? ഡോമിനർ അത് ചില സമയത്ത് ഹൈ സ്പീഡ് ആണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, കൈ നിൽക്കില്ല. പിന്നെ ABS വർക്ക് ചെയ്യണം കറക്റ്റായിട്ട്, അല്ലെങ്കിൽ തൂക്കി അടിച്ചോളായി. ഫുൾ ബ്ലഡ് അല്ലേ കംപ്ലീറ്റ്? പക്ഷെ എൻ്റെ അമ്മോ, ഇവിടെ സ്ഥിരമുള്ള ഈ ഏരിയയിൽ ആക്സിഡൻറ്റ്.
അവിടെ നിന്ന് സ്പീഡിൽ വരും. ഇവിടെ ഫുൾ കട്ടറാണ് ഏരിയ കംപ്ലീറ്റ്, റോഡ് കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പതുക്കെ വന്നു കഴിഞ്ഞില്ലെങ്കിൽ പണി കിട്ടും. അറിയാം വരണം വരക്ക്. അതാണ് ഇത് തന്നെ ഏറ്റവും കൂടുതൽ അവരാണ് ഇത് വണ്ടി അവരാണ് കൊണ്ടുപോകണം. ഇവിടെ സ്ഥിരമുള്ളതാണ്. ഞാൻ വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാറ് കിട്ടാവാൻ ചാൻസ് ഉള്ളതാണ്. അവിടെ ഇത്തിരി മണ്ണുണ്ടെങ്കിൽ പക്ഷെ എൻ്റെ അമ്മ ചുമ്മാ പോണൊരു പണി കേട്ടല്ലേ. ഇപ്പം ഹൈ സ്പീഡിൽ പോണ ആൾക്കാർക്ക് മാത്രമല്ല പണി കിട്ടുന്നത്. പറന്നു കാണും കേട്ടോ, നല്ല പറന്നു കാണും. നല്ല വണ്ടി ആയത് നല്ല ബ്ലഡ് പോയി. പിന്നെ അല്ലേ തല എവിടെ അടിച്ചത്? ആ ഭാഗത്ത് പുള്ളിക്ക് ബോധമുണ്ടോ അങ്ങനെ? കാണാൻ ഒരുമാതിരിക്കണല്ലേ ഓഫ് ചെയ്ത്. നമുക്ക് കാണുമ്പോൾ ഒരു വിഷമമായിരിക്കും. ഇതാണ് ശരി. ഓക്കെ, സത്യം പറയുന്നത് കണ്ട് ഭയങ്കര വിഷമമായിരിക്കും. ഇതുപോലെ സ്ഥിരം ആക്സിഡൻ്റാണ് ഈ ഭാഗത്തൊക്കെ എപ്പോഴും ഉള്ളത് തന്നെ. കണ്ട് അങ്ങ് ഒരുമാതിരിയായി മനസ്സൊരു മരവിച്ചു കേട്ടോ. അതൊക്കെ ഒരുപാട് കണ്ട് ഈ ഏരിയയിൽ ഭയങ്കര ഡേഞ്ചറാണ്. അവിടെ നിന്ന് ഹൈവേ അല്ലേ, പറന്ന് വരും. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ റോഡ് ചെറുതാവുകയാണ്, റോഡിൽ കട്ടറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ വളവ് ഉള്ളത് കൊണ്ട് വണ്ടിയുടെ കണ്ട്രോൾ കിട്ടില്ല പെട്ടെന്ന്. അങ്ങനെയാണ് ആക്സിഡൻ്റ് ആവണത്. അപ്പോൾ ആൾക്കാർ കുറച്ച് സൂക്ഷിച്ച് ഓടിച്ചാൽ കൊള്ളാം. ഭയങ്കര ഡേഞ്ചറാണ് സത്യം പറയാലോ. ഓക്കെ, വീട്ടിലേക്ക് വന്നാച്ചു. നല്ല വിശപ്പെട്ടാ. കഴിക്കാം. സമയം വരുന്ന വഴിക്ക് കൂട്ടുകാരെ കണ്ട് സംസാരിച്ചുകൊണ്ട് നിന്ന് ഒരു അരമണിക്കൂർ അവിടെ പോയി. പിന്നെ ATM പൈസ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇട്ടതിന് ശേഷം ATM കംപ്ലൈൻ്റ് ആയിപ്പോയി. നല്ല എണ്ണമല്ലേ എനിക്ക്. അപ്പോൾ എന്താ ഫുഡ് എന്ന് പറയുന്നത് ചോറ്, ക്യാരറ്റ് തോരൻ, മാങ്ങ അച്ചാറ്, പിന്നെ പുളിഞ്ചിക്ക അച്ചാറ്, പുളിങ്കറി, പൊരിച്ച മീനുണ്ട്. ഇന്നൊരു പൊടി എല്ലാവരും വാങ്ങ. ആൾവേസ് വെൽക്കംസ് യു. അപ്പോൾ കഴിക്കാനാണ് നല്ല വിശപ്പെട്ട. ആദ്യം ചോറിൻ്റെ വിലവിട്ട് ഒന്ന് കുഴിക്കണം. കുഴിച്ചിട്ട് ക്യാരറ്റ് തോരൻ നടുക്ക് വയ്ക്കുക, മൂടുക. പിന്നെ അച്ചാർ കുറച്ച് മുകളിൽ വയ്ക്കുക, എന്നിട്ട് മൂടുക. 2 ലെയർ ആക്കിയിട്ട് മുള്ളാണ്, നല്ല മുള്ളുണ്ട്. നോക്കി പോണം. കാരല്ല പുളിഞ്ചിക്കാച്ചാർ. ഇപ്പോൾ ഇന്നത്തെ ഓർഡർ സൂപ്പറാണ്. എല്ലാം കൂടെ 6 ഓർഡർ അടിച്ചായിരുന്നു. ഒരു 500 മാൾ കിട്ടി. സൂപ്പർ. എന്റെയാ വേറെ ഒന്നും പറയാനല്ലോ. നീ ഉറങ്ങി എത്രയാ? കാണിക്കട്ടെ. അങ്ങനെയുണ്ട്. ഇതാണ് നീ പറയാനുണ്ടോ ബ്ലോഗിൽ? കുറച്ച് പേർക്ക് ഹായ് പറയാനുണ്ട്. ഇപ്പോൾ ഇന്നത്തെ ലിസ്റ്റിൽ 3 പേരുള്ളൂ. ഒന്ന് ഷാൻ അബ്ദുള്ള, ഹായ്. പിന്നെ റൂഫസ്, ഹായ്. പിന്നെ വന്നിട്ട് ആര്? പിന്നെ വന്നിട്ട് ഉജ്വൽ. 3 പേർക്ക് ഹായ് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ലിസ്റ്റ് കുറവാണ്, കുഴപ്പമില്ല, മതി. അത്ര തന്നെ, വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, അപ്പോൾ ആരും വെച്ച് കഴിച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വൈകിട്ട് ജോലിക്ക് പോകണം. അപ്പോൾ ജീവിതത്തിൽ എന്ത് നഷ്ടം വന്നാലും ഓരോ നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. കാരണം ഒരൊറ്റ ലൈഫേ ഉള്ളൂ. അപ്പോൾ എല്ലാ പേജ് കട്ടൊക്കെ നിൽക്കണം. പറ ഈ മീനൊന്ന് എടുത്തു വെക്കി. ഹലോ ഹലോ ഈ മീനൊന്ന് എടുത്തു.